നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായിട്ട് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ വ്യാപകമായതോടെ കുട്ടികളുടെ ഇടയിൽ കളിക്കാനുള്ള താല്പര്യം കുറഞ്ഞിരിക്കുന്നു. ഒരു 2 പതിറ്റാണ്ടിന് മുൻപുള്ള ഒരു കുട്ടിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ കളിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും നല്ല മാർഗം. ഇന്ന് പക്ഷേ കുട്ടികൾക്ക് സ്വന്തം മുറിക്കുള്ളിൽ ഒരു മൊബൈൽ ഫോണുമായി ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും സന്തോഷിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കളി കുറഞ്ഞു വരുന്നു. ഈ കളി കുറയുന്നതിന് സമാന്തരമായിട്ട് ഡിജിറ്റൽ അടിമത്തം കൂടി വരുന്നതായിട്ട് കാണുന്നു. കൗമാരപ്രായക്കാരിൽ ലഹരി അടിമത്തം അടക്കമുള്ള പല വിപത്തുകളും കൂടി വരുന്നതായിട്ടും കാണുന്നു. അപ്പോൾ ഈ ലഹരി അടിമത്തവും ഡിജിറ്റൽ അടിമത്തവും ഒഴിവാക്കാനായിട്ട് ഏറ്റവും ആരോഗ്യകരമായ ഒരു മാർഗമായിട്ട് ഇന്ന് പല ലോകരാഷ്ട്രങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആരോഗ്യകരമായ കായിക വ്യായാമത്തിനുള്ള സമയം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളും നല്ല മാതൃകകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തായ്വാനിലെ അമ്മമാർ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് പ്ലേ ഗ്രൗണ്ട് റെവല്യൂഷൻ എന്നൊരു സംഗതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് പല വിദ്യാലയങ്ങളുടെയും ഗ്രൗണ്ടുകളൊക്കെ പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി ഒഴിവാക്കുന്നൊരു സാഹചര്യം വന്നു. കുട്ടികൾ കളിക്കാതെ ഇരുന്ന് അവർ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നൊരു സാഹചര്യം വന്നപ്പോൾ അതിനെ മറികടക്കാനായിട്ട് ഈ അമ്മമാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ വർഷം തൊട്ട് കളികൾ വീണ്ടും വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായി വന്നു. ഈ ഡിജിറ്റൽ അടിമത്തത്തിലും ലഹരി അടിമത്തത്തിലും കുട്ടികൾ കുറഞ്ഞു വരുന്നു അത്തരം പ്രവണതകൾ എന്നൊരു നിരീക്ഷണം കണ്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ തന്നെ വെയിൽസിൽ നിന്ന് വന്ന ചില അനുഭവങ്ങളും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയും ഈ കായിക വ്യായാമങ്ങൾ കൂടിയതോടെ ഡിജിറ്റൽ അടിമത്തം കുട്ടികളിൽ കുറഞ്ഞു. ഇനി സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എടുക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന രാഷ്ട്രമായിട്ട് കരുതപ്പെടുന്ന നോർവേയിലെ അവരൊരു അടിസ്ഥാന തത്വചിന്ത തന്നെ പ്രകൃതിയുമായി ഒന്നാകുക എന്നുള്ളതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുക. പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നിങ്ങളെന്ന് തിരിച്ചറിയുക. വൃക്ഷങ്ങളും ചെടികളും അതുപോലെ മൃഗങ്ങളുമൊക്കെ ആയിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രകൃതിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠം എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ഈ കായിക വ്യായാമങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ആ കുട്ടികൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കുന്നവർ മുതിർന്നതിന് ശേഷവും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ജനവിഭാഗമായിട്ട് അവർ തുടരുന്നത്. അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ടുള്ള കായിക വ്യായാമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദിനചര്യയിൽ. ചെറിയ കുട്ടികൾ, പ്രൈമറി സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ഒക്കെ ആണെങ്കിൽ 2 മണിക്കൂർ വരെ ദിവസേന കായിക വ്യായാമത്തിന് മാറ്റിവയ്ക്കാം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ, എൻട്രൻസ് പരീക്ഷ പോലെ വളരെ തിരക്കിട്ട് ഉള്ള പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ പോലും ദിവസേന 1 മണിക്കൂർ കായിക വ്യായാമം ചെയ്യണം. ഈ കായിക വ്യായാമം ചെയ്യുന്നത് കൊണ്ട് പഠനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. എങ്ങനെയാണ് ഈ കായിക വ്യായാമം കൊണ്ട് പഠനത്തിന് ഗുണം കിട്ടുന്നത്? നമുക്കറിയാം, 1 മണിക്കൂറെങ്കിലും കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടി നിൽക്കും. ഈ ഡോപ്പമിൻ കൂടി നിൽക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാകും. അവരുടെ സ്റ്റഡി എഫിഷ്യൻസി, അതായത് ഒരു നിശ്ചിത സമയം കൊണ്ട് അവർ സ്വാംശീകരിക്കുന്ന പാഠഭാഗങ്ങളുടെ അളവ് മറ്റു കുട്ടികളുടേതിനേക്കാൾ കൂടുതലായിരിക്കും. അവർ 2 മണിക്കൂറേ പഠിക്കുന്നുവെങ്കിലും മറ്റു കുട്ടികൾ 4 മണിക്കൂർ പഠിക്കുന്ന അത്രയും വിഭവങ്ങൾ ഈ 2 മണിക്കൂർ കൊണ്ട് അവരുടെ തലച്ചോറിലേക്ക് ശേഖരിച്ചു വയ്ക്കാനായിട്ട് അവർക്ക് കഴിയുന്നു. മാത്രമല്ല, സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായിരിക്കും. വൈറ്റമിൻ ഡിയും പഠനവും തമ്മിൽ എന്താ ബന്ധം? വൈറ്റമിൻ ഡിയുടെ അളവ് കൂടി നിന്നാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വിജ്ഞാന വിശകലന ശേഷി, ഇൻഫർമേഷൻ പ്രോസസ്സിങ്, അതിൻ്റെ സ്പീഡ് കൂടും. ഈ വിജ്ഞാന വിശകലന ശേഷി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഉത്തരം എന്താണ് എന്ന് നമ്മുടെ തലച്ചോറിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് പരതി കണ്ടെത്തി അതിനനുയോജ്യമായ വാക്കുകളായിട്ട് പരിവർത്തനപ്പെടുത്തി ആ വാക്കുകളെ ഘടിപ്പിച്ചൊരു വാചകമാക്കി അത് പുറത്ത് പ്രകടിപ്പിക്കുന്ന 5 സ്റ്റെപ്പുകളുള്ളൊരു പ്രക്രിയയാണ്. ഇതിൻ്റെ സ്പീഡ് വൈറ്റമിൻ ഡി കൂടിയാൽ കൂടി നിൽക്കും. അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും പെട്ടെന്ന് ഓർത്തെടുക്കാനും പെട്ടെന്ന് കൃത്യമായിട്ട് ഉത്തരം നൽകാനും ഉള്ള ഒരു കഴിവ് അത്തരം കുട്ടികളിൽ കൂടുതലായിരിക്കും. ഈ വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ കൂടുതലായിരിക്കും. അവർ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. അവരുടെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കൂടുതലായിരിക്കും. അവർ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. മാത്രമല്ല, നിരന്തരമായിട്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ തലച്ചോറിലെ ഡോപ്പമിൻ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ഗെയിമിങ് പോലെയുള്ള ഡിജിറ്റൽ സംഗതികളിൽ വലിയ താല്പര്യം ഉണ്ടാകില്ല. ലഹരി വസ്തുക്കൾ പോലെയുള്ള സംഗതികൾ പരീക്ഷിച്ച് നോക്കാനും അവർക്ക് വലിയ താല്പര്യമുണ്ടാകില്ല. അപ്പോൾ പഠനം മെച്ചപ്പെടുത്താനും ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനും
ലഹരി അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനും തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് കായിക വ്യായാമം. അതുകൊണ്ട് രക്ഷിതാക്കൾ ദയവീത് ശ്രദ്ധിക്കുക. എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര സ്ഥലങ്ങളിൽ ട്യൂഷനും എൻട്രൻസ് കോച്ചിങ്ങിനും പോകണമെങ്കിലും 1 മണിക്കൂർ സൂര്യപ്രകാശം കൊണ്ടുള്ള വ്യായാമം നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്തണം. അത് അവൻ്റെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വളരെ ഗുണകരമാകും.